നമസ്കാരം. പ്രകടന പത്രികയ്ക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടിയുമായി കോൺഗ്രസ്. പ്രധാനമന്ത്രി ചരിത്രം ഓർമ്മിപ്പിച്ചാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് മറുപടി നൽകിയത്. ജനസംഘത്തിന്റെ സ്ഥാപകനും ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റുമായിരുന്ന ശ്യാമപ്രസാദ് മുഖർജി ബംഗാൾ, സിന്ധ്, നോർത്ത് വെസ്റ്റ്, ഫ്രണ്ടിയർ പ്രവിശ്യ എന്നിവിടങ്ങളിൽ മുസ്ലിം ലീഗുമായി ചേർന്നാണ് സഖ്യ സർക്കാർ ഉണ്ടാക്കിയിരുന്നതെന്നും ജയറാം രമേശ് തുറന്നടിച്ചു. എക്സിലൂടെയായിരുന്നു രമേശിന്റെ പ്രതികരണം. നേരത്തെ കോൺഗ്രസിന്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടതാണെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചിരുന്നു. പ്രധാനമന്ത്രി പറയുന്നു, മുസ്ലിം ലീഗിന്റെ നയങ്ങളാണ് കോൺഗ്രസ് കടമെടുത്തിരിക്കുന്നതെന്ന്. 1940, 1941, 1942 വർഷങ്ങളിൽ ഏത് പാർട്ടിയാണ് മുസ്ലിം ലീഗുമായി ബംഗാളിൽ സഖ്യമുണ്ടാക്കിയതെന്നും ജയറാം രമേശ് ചോദിച്ചു. ഹിന്ദു മഹാസഭയും മുസ്ലിം ലീഗും തമ്മിലായിരുന്നു സഖ്യമെന്നും കോൺഗ്രസ് MP പറഞ്ഞു. ശ്യാമപ്രസാദ് മുഖർജി ജിന്നയുടെ മുസ്ലിം ലീഗുമായി കരാർ ഉണ്ടാക്കിയവരാണ്. കോൺഗ്രസ് അത്തരമൊരു കരാർ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. മുസ്ലിം ലീഗും മുഹമ്മദ് അലി ജിന്നയുമാണ് ഇന്ത്യ വിഭജനം ആവശ്യപ്പെട്ടത്. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും പ്രത്യേക രാഷ്ട്രം വേണമെന്നായിരുന്നു ആവശ്യം. അതേസമയം BJPയുടെ വമ്പൻ നേതാക്കളായ ലാൽകൃഷ്ണ അദ്വാനിയും ജസ്വന്ത് സിൻഹയും പാകിസ്ഥാനിൽ പോയി ജിന്നയെ പ്രശംസിച്ചതാണെന്നും ജയറാം രമേശ് സൂചിപ്പിച്ചു. നേരത്തെ സോണിയാഗാന്ധിയും മോദിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. രാജ്യത്തിന്റെ ജനാധിപത്യവും അഭിമാനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തകർക്കുകയാണ്. വിവിധ തന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ BJPയിൽ ചേരാൻ നിർബന്ധിതരാക്കുകയാണെന്നും സോണിയ പറഞ്ഞു. രാജസ്ഥാനിലെ റാലിക്കിടെയായിരുന്നു സോണിയയുടെ പരാമർശം. കഴിഞ്ഞ 10 വർഷം ഒരു സർക്കാർ ഭരിച്ചു. അവർ തൊഴിലില്ലായ്മയോ വിലക്കയറ്റമോ സാമ്പത്തിക പ്രതിസന്ധിയോ തുല്യതയില്ലായ്മയോ പരിഹരിക്കാൻ യാതൊന്നും ചെയ്തില്ലെന്നും സോണിയ ആരോപിച്ചു. ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം അപകടത്തിലാണ്. ജനാധിപത്യ സ്ഥാപനങ്ങൾ തകർക്കപ്പെടുകയാണ്. അതുപോലെ ഭരണഘടന മാറ്റിയെഴുതുന്നതിനായി ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഇതൊരു ഏകാധിപത്യമാണ്. അതിനെല്ലാം മറുപടി നമ്മൾ നൽകും. മോദി സ്വയം മഹാനാണെന്ന് കരുതുകയാണ്. രാജ്യത്തെ അദ്ദേഹം നശിപ്പിക്കുകയാണ്. എല്ലാ സംവിധാനത്തിലും ഭയമാണ് നിലനിൽക്കുന്നതെന്നും സോണിയ പറഞ്ഞു. രാജ്യമെന്നത് കുറച്ചാളുകളുടെ സമ്പത്തല്ല, അത് എല്ലാവർക്കും ഉള്ളതാണ്. നമ്മുടെ പൂർവികർ അതിനായി രക്തം ചിന്തിയവരാണ്. പ്രതിപക്ഷ നേതാക്കളെ ഭയപ്പെടുത്താൻ BJP പലതും ചെയ്യുന്നുണ്ടെന്നും സോണിയ പറഞ്ഞു. അതേസമയം നേതാക്കന്മാരിൽ വെച്ച് ഏറ്റവും വലിയ നുണയനാണ് മോദിയെന്ന് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. നന്ദി.